തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അനവസരത്തിലുള്ളൊരു പ്രതികരണമായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ്, അതും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കൺവീനർ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള അത്തരമൊരു പ്രസ്താവന വരാൻ പാടില്ലായിരുന്നു. അത് അറിഞ്ഞ് ഉടനെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സാന്നിധ്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ടും തനിക്ക് പറ്റിയ വീഴ്ച അതിൽ ക്ഷമാപണം അദ്ദേഹം ചോദിക്കേണ്ടായി. നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉമായിട്ടുള്ള പ്രകടമായ വ്യത്യാസം. CPM നോക്കൂ, എത്ര ആരോപണങ്ങളുണ്ട്, അതും ലൈംഗിക ആരോപണം. ആ ലൈംഗിക ആരോപണത്തിൽ പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെടുക്കും, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് എടുക്കും. 1 or 2 മന്ത്രിമാർ ഗുരുതരമായ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള ഓരോ ജില്ലയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ ലൈംഗിക അപവാദത്തിൻ്റെ നീർച്ചുഴിയിൽപ്പെട്ട് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടവെന്താണ്? ഒരു ലൈംഗിക ആരോപണം കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ ഒന്നുമില്ല. ഇതാണ് എപ്പോഴും നിഷേധമായിട്ടുള്ള എന്തെങ്കിലും മുദ്രാവാക്യം വഴിക്കൊണ്ട് വരും. അതും പ്രത്യേകിച്ച് ലൈംഗിക ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുക. അപ്പോൾ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എല്ലാ കാലത്തും പിണറായി വിജയൻ നടത്തുന്നത്. അതൊരു വിഫല ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആരോപണം എന്നാണോ വിചാരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണത്തിലായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാട് എത്ര ശക്തവും വ്യക്തവുമാണ്. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. പരമ്പരാഗതമായി ഞങ്ങൾ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. അതിനനുസൃതമായിട്ട് മാത്രമേ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് അറിഞ്ഞ ഉടനെ തന്നെ പൊടുന്ന ഒരാളെ പിടിച്ച് പുറത്താക്കില്ല. അതൊന്നും ഞങ്ങളുടെ സമ്പ്രദായമല്ല. അതുകൊണ്ട് തന്നെ ആലോചിച്ച് ഉറപ്പിച്ച് കൃത്യമായിട്ടും അന്വേഷിച്ച് ഞങ്ങൾക്ക്